കോൺഗ്രസും ബി ജെ പിയും എന്നുള്ള രീതിയിലാണല്ലോ സംസാരിക്കുന്നത്. CPIയുടെ സിറ്റിംഗ് MLAയും മുൻ MLAമാരൊക്കെ ബി ജെ പി പോയപ്പോൾ CP സംസ്ഥാന നേതൃത്വത്തിന് ശക്തമായ രീതിയിൽ ഇടപെടാൻ പറ്റിയില്ല എന്നുള്ളൊരു ആക്ഷേപം UDF കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. CPIയുടെ സിറ്റിംഗ് MLA അടക്കം ഇപ്പം BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അവർ CPI വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ശ്രമിച്ച പാർട്ടിയാണ് CPI. പക്ഷെ പല മോഹങ്ങളും കൊണ്ട് അവർ BJPയിലേക്ക് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർ BJPയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഒരു നെറിയും ഗുണവും കാണിക്കാം. അധികാരമോഹമോ പണമോഹമോ കൊണ്ട് പാർട്ടിയെ ഉറ്റുകൊടുത്തുകൊണ്ട് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് BJPയുടെ പളത്തിൽ ചേക്കേറിയ അവർ പാർട്ടി വിട്ടു കഴിഞ്ഞാൽ അവർ ഞങ്ങൾക്ക് ആദ്യമല്ല ശത്രുക്കളാണ്. അവരെപ്പറ്റി പറഞ്ഞ് നേരം കളയാൻ CPIക്ക് നേരെയില്ല. അല്ല, CPM വിട്ടുപോയ G. സുധാകരനെ ചട്ടത്തരം എന്ന് പറഞ്ഞ ആ ഒരു സമീപനം CPIയും CPMഉം ഈ BJPയിലേക്ക് പോകുന്ന നേതാക്കളെ കുറിച്ച് പറയുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് ഷാഫി പറമ്പിലടക്കം. BJPയിലേക്ക് ആര് പോയാലും രാഷ്ട്രീയ വഞ്ചനയാണ്, രാഷ്ട്രീയമായിട്ടുള്ള നെറികേടാണ്. ആര് പോയാലും BJPയിലേക്കോ സ്വന്തം വർഗത്തെ, സ്വന്തം ജനങ്ങളെ, സ്വന്തം പാർട്ടിയെ പുറകിൽ നിന്നും മുമ്പിൽ നിന്നും കുത്തിക്കൊണ്ട് പണത്തിൻ്റെ ദാഹം കൊണ്ടോ പദവിയുടെ മോഹം കൊണ്ടോ കള്ളന്മാരെ പോകുന്നവർക്കാർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ ഇടതുപക്ഷത്തോ സ്ഥാനമുണ്ടാവില്ല. അവരെ ഞങ്ങൾ ഇന്നും നാളെയും വിളിക്കും വഞ്ചകന്മാരും. UDF നയിക്കുന്ന ഈ ഡീൽ ആരോപണമുണ്ട്. പാലക്കാട് ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ ഈ തരത്തിലുള്ള BJPയെ സഹായിക്കുന്ന രൂപത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി എന്നുള്ള ആരോപണം അതെങ്ങനെയാണ്? ഈ അമ്പലപ്പറമ്പിലെ ചില മോഷ്ടാക്കൾ വരും, ആൾക്കൂട്ടം വരുമ്പോഴത്തേക്കും അവർ കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും മാല പറിച്ചെടുക്കും. ഓടിപ്പോകുമ്പോഴത്തേക്ക് പറയും ഇതേ കള്ളൻ എന്ന് പറയും. അവരോടിപ്പോകും. ആ കള്ളനാണ് ഇത് പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ ദിവസം അയച്ച ഒരു കത്തിൽ BJPയുടെ ഒരു സീല് വന്ന ഒരു വിവാദമായ സംഭവം, അതിനെ CPI അത് ഞങ്ങൾ അമ്പലപ്പിക്കുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ കുറച്ചേറെ കാലമായിട്ട് BJPയുടെ ഒരു ചട്ടുകമാണ്. ഏറെക്കാലമായിട്ട് ആ പ്രവണത പുതിയതല്ല. ആ പ്രവണതയ്ക്ക് ആക്കം കൂടുകയാണ്. അതെല്ലാ സീമയും ലംഘിച്ചുകൊണ്ട് വളരെ ഗൗരവമേറിയ ഒരു പങ്ക് വഹിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ അതൊരു മഹത്തായ ഭരണഘടനാ സ്ഥാപനമാണ്. അതിൻ്റെ ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ദൗത്യമാണ് നീതിപൂർവകമായ ഇലക്ഷൻ നടത്തുക എന്നുള്ളത്. അത് ഫ്രീ ആയിരിക്കും, അത് ഫെയർ ആയിരിക്കും എന്ന് ഉറപ്പാക്കലാണ് ആ ദൗത്യം. ആ ദൗത്യം മറന്നുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടികളെ BJPയുടെ ചട്ടുകമായി മാറാൻ ഈ പറയുന്ന കമ്മീഷൻ ശ്രമിച്ചപ്പോഴെല്ലാം ഞങ്ങളതിനെ തുറന്നു കാണിച്ചവരാണ്. പക്ഷെ അവർക്ക് മാറാൻ പറ്റില്ല. അത്രമാത്രം വിധേയത്വമുണ്ട് ഈ കമ്മീഷന് BJPയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ തെറ്റാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടെ ഒരാൾ ചോദ്യം ചോദിച്ചിരുന്നു പത്തനംതിട്ടയിൽ. മുഖ്യമന്ത്രി തിരികെ പറഞ്ഞ മറുപടി വീട്ടിൽ പോയി ചോദിക്കാനാണ്. അങ്ങനെ പറയേണ്ടിയിരുന്നോ? ഓരോരോ ആളുകളുടെയും പ്രതികരണത്തിൻ്റെ പ്രത്യേകതകൾ എല്ലാവർക്കും അറിയാം. അതേപ്പറ്റി ഒന്നും കമൻറ്റ് ചെയ്യാൻ ഞങ്ങളാളല്ല. ഞാൻ യോജിക്കുന്നുണ്ട് ഇല്ലതല്ല വിമർശനം. ബന്ധപ്പെട്ട പ്രവർത്തകൻ പറഞ്ഞു എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, ഞാനത് ചോദിക്കാൻ പാടില്ലായിരുന്നു. അത് ഞാൻ കേട്ടു, നിങ്ങൾ കേട്ടു കാണും. ഈ തെരഞ്ഞെടുപ്പ് ഇല്ല എങ്കിൽ ഇതിന് എതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുമായിരുന്നില്ല. അങ്ങനെ ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് പ്ലാറ്റ്ഫോം അല്ല എങ്കിൽ ഈ ഒരു ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഏത് വിഷയത്തിലും ആളുകൾ പലരും വ്യത്യസ്തമായിട്ടായിരിക്കും വ്യത്യസ്തമായിട്ടുള്ള സന്ദർഭങ്ങൾ പ്രതികരിക്കുക. ഒരു സ്റ്റേജിൽ വെച്ച് ഘട്ടത്തിൽ വെച്ച് സഖാവ് പിണറായി വിജയൻ പറഞ്ഞു വിനയ് വിശ്വ അല്ലല്ലോ ഞാനല്ലല്ലോ വിനയ് വിശ്വ. അതാണ് ശരിയായ മറുപടി. നാദാപുരത്ത് ആദ്യമായിട്ടൊരു വനിതാ സ്ഥാനാർത്ഥി മത്സരിക്കുകയാണ്. എന്താണ് പ്രതീക്ഷ? നാദാപുരം
ചരിത്രം തിരുത്തിപ്പിടിക്കും. ലോകമാകെ സ്ത്രീകളുടെ മഹത്വത്തെ വാഴ്ത്തുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സ്ത്രീകളുടെ പങ്കിനെ പറ്റി എല്ലാ പാർട്ടികളും അഗാധമായി ചിന്തിക്കുമ്പോൾ ഓരോ പാർട്ടിയും സ്വന്തം സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീ പങ്കാളിത്തം സാന്നിധ്യം ഉറപ്പാക്കാൻ വേണ്ടി കഠിനമായി ശ്രമിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളത്തിൽ സ്ഥാനാർത്ഥി പട്ടികയിലെ മൊത്തം ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ 20% സ്ത്രീകളെ സ്ഥാനാർത്ഥിയാക്കിയ പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മൊത്തത്തിലുള്ളത് 25 സീറ്റാണ്. 5 പേർ വനിതകളാണ്. ശതമാനം 20%. എന്തുകൊണ്ടൊന്നും എനിക്കറിയില്ല. നിരീക്ഷകന്മാരെ അത് പറഞ്ഞു കേട്ടില്ല. അത് ഗൗരവമുള്ള കാര്യമാണ്. പകുതി ആകാശവും പകുതി ഭൂമിയും സ്ത്രീക്കാണെന്ന് പറയുന്ന ഈ ലോകത്ത്, എല്ലാ രംഗത്തും തുല്യാവകാശം സ്ത്രീക്കുണ്ടെന്ന് പറയുന്ന ഈ ലോകത്ത്, ഈ രാഷ്ട്രീയത്തിൽ, ഈ ഇന്ത്യയിൽ അതിനെ മാനിക്കാൻ ഏറ്റവും വളരെ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള രാഷ്ട്രീയ പക്ഷം LDF ആണ്. ആ LDF സ്ഥാനാർത്ഥിയായി രാഷ്ട്രീയ പ്രബുദ്ധമായിട്ടുള്ള നാദാപുരത്ത് സാമൂഹിക സമരങ്ങളുടെ ഒരു വലിയ ചരിത്രമുള്ള ഈ മണ്ണിൽ മനുഷ്യരുടെ നീതിബോധത്തിൻ്റെ വെളിച്ചമുള്ള ഈ നാദാപുരത്ത് സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഒന്നുചേർന്ന സമൂഹം എല്ലാ പ്രതിബന്ധങ്ങളെയും ഉച്ചകടന്ന ഈ മണ്ണിൽ സംഘർഷങ്ങളും കലാപങ്ങളും എല്ലാം ഇല്ലാതാക്കിയിട്ടും സമാധാനം ഉയർത്തിപ്പിടിക്കാനായി ആണുങ്ങളോടൊപ്പമോ അതോ അവരെക്കാളേറെയോ സ്ത്രീകൾ മതത്തെ കണ്ടുപിടിച്ച നാദാപുരത്ത് LDF ഒരു സ്ത്രീയെ സ്ഥാനാർത്ഥിക്ക് മത്സരിക്കുമ്പോൾ അത് നാദാപുരത്തെ നേരിൻ്റെ നീതിയുടെ നന്മയുടെ എല്ലാം കാവൽക്കാരായ സ്ത്രീ സമൂഹത്തോട് ഞങ്ങൾക്കുള്ള സ്നേഹത്തിൻ്റെ ആദരവിൽ പ്രഖ്യാപനമാണ്. ആ സ്ഥാനാർത്ഥിയെ നാദാപുരത്തിന് ഉത്തമമായിട്ടുള്ള വോട്ടർമാർ, അതിൽ സ്ത്രീകളുമുണ്ട് പുരുഷന്മാരുമുണ്ട്, അവരെല്ലാവരും 2 കൈയും നീട്ടി പിന്തുണച്ച് കഴിഞ്ഞ് ഇനിയുള്ളത് ഔദ്യോഗികമായ വിജ്ഞാപനമാണ് ഉണ്ടാകുന്നത്. CPM സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ ആയിരുന്നു നേരത്തെ തളിപ്പറമ്പ് മത്സരിച്ചത്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് മത്സരിക്കുന്നത്. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സത്യമുഖേരി നേരത്തെ നാദാപുരത്ത് മത്സരിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ഈ രീതിയിലുള്ള ഒരു പ്രചാരണം UDFൻ്റെ കേന്ദ്രങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് രാഷ്ട്രീയം പറയാൻ അവർക്കൊന്നുമില്ല, ഒന്നുമേയില്ല. സഖാവ് ശ്യാമള ടീച്ചർ ഒരു MV ജോർജ് സഖാവിൻ്റെ ഭാര്യ മാത്രമല്ല. സഖാവ് P വസന്തം സത്യൻ മകരുടെ ഭാര്യ മാത്രമല്ല. ഈ 2 പേരും നന്നേ ചെറുപ്രായത്തിൽ അവർ പൊതുരംഗത്തെത്തി. ഒരാൾ ബാലസംഘം വഴിയെത്തി, അടുത്തയാൾ ബാലവേദി വഴിയെത്തി. ഒരാൾ SFI പ്രവർത്തിച്ചു, അടുത്തയാൾ AISF നേതാവായി പ്രവർത്തിച്ചു. അവർ 2 പേരും പിന്നീട് DYFIയിലും AIYFയിലും പ്രവർത്തിച്ചു. 2 പേരും ഏറെക്കാലം മഹിളാ പ്രസ്ഥാനത്തിൻ്റെ ചുമതല വഹിച്ചു. അതെന്താ കാണാതെ പോയത്? ഈ പങ്കൊന്നും കാണാതെ ആരാണ് ഭർത്താവ് എന്ന് മാത്രം ഒരു രാഷ്ട്രീയം നോക്കിയാൽ ആ രാഷ്ട്രീയത്തിൽ കണ്ണില്ല. ആ രാഷ്ട്രീയത്തിൽ സത്യം കാണാൻ പേടിയാണ്. സത്യം പറയാൻ പേടിക്കും പോലെ തന്നെ സത്യം കാണാനും പേടിയാണ് കോൺഗ്രസ്, BJP. അത്തരക്കാർക്ക് ഇത് പറയാൻ പറ്റും, ഒരാരും ഇത് പറയില്ല. രാഹുൽ നാളെ കോഴിക്കോട് എത്തുകയാണ്. ഗ്യാരണ്ടികൾ, നേരത്തെ പ്രഖ്യാപിച്ച ഗ്യാരണ്ടികൾ, ആ ഗ്യാരണ്ടി കാർഡ് ഇറക്കുകയാണ്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളുണ്ട്. അതിനോട് മറുപടി. രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ഗ്യാരണ്ടി രാഹുലിൻ്റെ അമ്മമ്മയുടേതായിരുന്നു, ഇന്ദിരാഗാന്ധിയുടെ. ആ ഗ്യാരണ്ടി ഗരീബി ഹഠാവോ എന്നായിരുന്നു. ആ ഗ്യാരണ്ടി പാലിക്കാൻ വേണ്ടി എന്ത് ചെയ്തു കോൺഗ്രസ് എന്ന് അദ്ദേഹം പറയണം. അതിനേക്കാളും വലിയ ഗ്യാരണ്ടി പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി സ്വതന്ത്രപൂർവ്വ ഇന്ത്യയിൽ പറയുമായിരുന്നു സ്വരാജ് എന്താണെന്ന്. സ്വരാജ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭക്ഷണമാണ്, എല്ലാവർക്കും പാർപ്പിടമാണ്, എല്ലാവർക്കും വിദ്യാഭ്യാസമാണെന്ന് പറഞ്ഞു മഹാത്മാഗാന്ധി. അതൊരു ഗ്യാരണ്ടിയായിരുന്നു. പക്ഷെ കോൺഗ്രസ് വന്നപ്പോൾ ആ ഗ്യാരണ്ടി മറന്നുപോയി. അതുകൊണ്ട് കോൺഗ്രസിന് ഗ്യാരണ്ടി അല്ല ഇത്രയേ ഉള്ളൂ. മഹാത്മാഗാന്ധി പറഞ്ഞ ഗ്യാരണ്ടിയെ പോലും മറന്ന കോൺഗ്രസ്
ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വലിയ ഗ്യാരണ്ടിയെ ഓർക്കാത്ത കോൺഗ്രസ് ഒരു പുത്തൻ ഗ്യാരണ്ടിയായിട്ട് വന്നാൽ ആ ഗ്യാരണ്ടിയെ പറ്റി ജനങ്ങൾ ചിരിക്കും. നടപ്പിലാക്കാൻ വേണ്ടിയല്ല അതൊന്നും. ഇവിടെ പ്രഖ്യാപനങ്ങളോ ഗർജനങ്ങളോ ഒന്നുമില്ലാതെ 10 കൊല്ലക്കാലം LDF പ്രാവർത്തികമാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. ലക്ഷങ്ങൾക്ക് ഒരു കൊടുത്ത ഗ്യാരണ്ടിയാണ്. ലക്ഷങ്ങൾക്ക് ആ ഗ്യാരണ്ടി വീട് കൊടുത്തു. ആ ഗ്യാരണ്ടി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ പുതുക്കപ്പെടുന്നു. ആ ഗ്യാരണ്ടി 10 കൊല്ലങ്ങളെ ഓർക്കത്തില്ലാതാക്കി. ആ ഗ്യാരണ്ടി ഈ നാട്ടിൽ നിന്ന് വലിയ കലാപങ്ങളെ ഓടിച്ചു. ആ ഗ്യാരണ്ടി ഇവിടെ എല്ലാ രംഗത്തുമുള്ള മുന്നേറ്റമുണ്ടാക്കി. ആ ഗ്യാരണ്ടി ഇവിടെ 68 ലക്ഷം പേർക്ക് ഇപ്പോൾ പെൻഷൻ കൊടുക്കും. ആ ഗ്യാരണ്ടിയാണ് LDF ഗ്യാരണ്ടി. അതിന് മുമ്പിൽ ചപ്പടി വിദ്യയാണ് ഈ പറയുന്ന ഗ്യാരണ്ടി. ഇതൊക്കെ അവര് കർണാടകയിൽ നടപ്പാക്കിയതാണെന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ ഇന്ദിരാഗാന്ധിയുടെ ഗ്യാരണ്ടിക്ക് എന്നിട്ട് പറയണം നാളെ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി അറിയുമെന്ന് എനിക്കറിയില്ല. കേരളത്തിലെ കോൺഗ്രസ് രാഹുൽ ഗാന്ധി എന്ത് രാഷ്ട്രീയം പറയുന്നുവോ ആ രാഷ്ട്രീയം അറിയാത്ത കോൺഗ്രസ്സാണ്. രാഹുൽ ഗാന്ധിയുടെ എല്ലാ പുസ്തകത്തിലും അദ്ദേഹം BJPയെ പറ്റി പറയും, വിമർശിക്കും. അദ്ദേഹം RSSന്റെ ഐഡിയോളജിയെ പറ്റി പറയും, തള്ളി പറയും. പക്ഷേ ആ നയമല്ല ഇവിടുത്തെ കോൺഗ്രസിൻ്റെ. കേരളത്തിലെ കോൺഗ്രസ് അങ്ങനെ നോക്കിയാൽ ആശയപരമായിട്ടും രാഷ്ട്രീയമായിട്ടും രാഹുൽ ഗാന്ധിയെ പോലും കബളിപ്പിക്കുന്ന കോൺഗ്രസ്സാണ്. അതുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസിന് രാഹുലിനെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് BJPയുമായി ചങ്ങാത്തം പോലെ മടിയില്ല. ആ ചങ്ങാത്തം ഇവിടെ എല്ലാവരും കണ്ടതാണ്. 1991 ഈ നാദാപുരം അടങ്ങുന്ന വടകരയിൽ അത് ലോക്സഭാ സീറ്റാണ് വടകര. 91 അന്ന് അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കും ഇലക്ഷൻ ഒരുമിച്ചായിരുന്നു. ആ ഇലക്ഷനിൽ വടകര പാർലമെന്റ് സീറ്റിലെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് രത്നസിംഗ് ആയിരുന്നു. ആ സ്ഥാനാർത്ഥിക്ക് എതിരായിട്ട് മത്സരിക്കാൻ അന്ന് കോൺഗ്രസ് ഉണ്ടായില്ല. കോൺഗ്രസിനും BJPക്കും അന്ന് പൊതു സ്ഥാനാർത്ഥി. അന്ന് ബേപ്പൂരിൽ, അത് അസംബ്ലി മണ്ഡലമാണ്, അവിടെയും പൊതു സ്ഥാനാർത്ഥിയായിരുന്നു. ആ സ്ഥാനാർത്ഥി ഡോക്ടർ K. മാധവൻകുട്ടിയായിരുന്നു. ഒരാൾ അറിയപ്പെടുന്ന അഭിഭാഷകൻ, അടുത്ത അറിയപ്പെടുന്ന ബിഷപ്പുരൻ. ഇത് രണ്ടും നാദാപുരവും കേരളവും മറന്നുപോയിട്ടില്ല. ഇപ്പോഴും സംഭവം അത് തന്നെയാണ്. കോൺഗ്രസിനും BJPക്കും പൊതു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഒരു പഴയ കഥയല്ല, തുടരുകയാണ്. അത് തുടർക്കഥയാണ്. BJP പ്രസിഡന്റായിരുന്ന ശ്രീ KG മാരാർക്കൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം സത്യങ്ങൾ പറയാൻ അറപ്പ് കാണിക്കാറില്ല. ആത്മകഥയിൽ അദ്ദേഹം എഴുതി, 40 മണ്ഡലങ്ങളിൽ ഞങ്ങൾ കോൺഗ്രസുമായിട്ട് സീറ്റ് പകരം ധാരണ ഉണ്ടാക്കി. 40 മണ്ഡലങ്ങളിൽ ഞങ്ങളുടെ വോട്ടുകൾ അവർക്കും, അവരുടെ വോട്ട് ഞങ്ങൾക്കും, BJPയും കോൺഗ്രസും. ആ വാക്ക് ഞങ്ങൾ പാലിച്ചുവെന്നും കോൺഗ്രസ് വാക്ക് പാലിക്കാതെ പാലം വലിച്ചുവെന്നും ഞാൻ പറയും. ഇതെല്ലാം ഓർമ്മയുണ്ട് കേരളത്തിൽ. ഈ ഓർമ്മയിൽ നോക്കിയിട്ടാണ് BJPയും കോൺഗ്രസും പഞ്ചിനെ കുത്തി കാണിക്കുന്നത്. ഇസ്ലാമി നോമിനിയായിട്ടാണ് ഫാത്തിമ തഹ്ലിക്ക് കൊടുത്തത് എന്നുള്ളത്. അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ടോ? ആരോപണം എനിക്കറിയില്ല. അറിയില്ല. ജമാഅത്ത് ഇസ്ലാമി വിമർശനം കുറച്ചിട്ടുണ്ടോ LDF? ഒരിക്കലുമില്ല. ജമാഅത്തെ ഇസ്ലാമി, SDPI, പോപ്പുലർ ഫണ്ട് എന്നൊക്കെ പറയുന്നത് മുസ്ലിം RSS ആണ്. PDP അതിൽ വരുമോ? ഇല്ല. അബ്ദുൽ നാസർ മാദനി LDFന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ലല്ല, എനിക്കറിയപ്പെടില്ല. PDP അതിൽ പെടുന്നില്ല. അതെൻ്റെ തെളിവാണല്ലോ. ഈ പറഞ്ഞ കൂട്ടർക്കെല്ലാം എനിമി നമ്പർ 1 ആരാണ്? ഇടതുപക്ഷമാണ്. ഈ പറഞ്ഞ എല്ലാവർക്കും ജമാഅത്ത് ഇസ്ലാമി നേരത്തെ LDFന് ജമാഅത്തെ ഇസ്ലാമിക്കും
SDPIക്കും PFIക്കും എല്ലാം പൊതുവെ നിലപാടുണ്ട്. ഒന്നാം എതിരാളി ഇടതുപക്ഷമാണ്. ആ നിലപാട് PDPക്കില്ല. അല്ല, നേരത്തെ ജമാഅത്ത് ഇസ്ലാമി LDFന് പിന്തുണ കൊടുത്തിരുന്നില്ല മുമ്പ്. ആ തെറ്റൊക്കെ അവർ മനസ്സിലാക്കണം. BJP രാഷ്ട്രീയത്തിൻ്റെ UDF രാഷ്ട്രീയത്തിൻ്റെ തെറ്റുകളൊക്കെ അവർക്ക് ബോധ്യപ്പെട്ടാണ്. ഞങ്ങൾക്കതൊന്നും ഉറപ്പില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും LDFന് ജമാഅത്തെ ഇസ്ലാമിയോട് ബന്ധമുണ്ടായിട്ടില്ല, ഉണ്ടാകുകയുമില്ല. ഞങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം PDP തീവ്രവാദ രാഷ്ട്രീയമല്ല എന്ന് ഉള്ള അഭിപ്രായമാണോ? തിരുത്തിയല്ല PDP ഒക്കെ. PDPയുടെ രാഷ്ട്രീയം തിരുത്തിയതാണ്. അല്ല, തിരുത്തലിൻ്റെ മാനദണ്ഡം LDFന് പിന്തുണ പ്രഖ്യാപിക്കുന്നതാണ്. തിരുത്തേണ്ട മാനദണ്ഡം അവരുടെ അനുഭവത്തിൽ നിന്നും പാഠം പഠിക്കലാണ്, പഠിച്ചതാണ്. അതുകൊണ്ടാകാം LDF ഉണ്ടാക്കിയത്.